എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി നാടൻ സ്റ്റൈലുള്ള ഒരു ഞണ്ട് കറിയാണ് കേട്ടോ. തേങ്ങയും കറിവേപ്പിലയും മസാലയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഞണ്ട് കറി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. ഇന്ന് കുറച്ച് നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കാമ്പൊക്കെയുള്ള നല്ല ഞണ്ടാണ്. ചില സമയത്ത് ഞണ്ട് വലിയ കാമ്പൊന്നും ഉണ്ടാവില്ല. ഇതേതായാലും നല്ല ഞണ്ടാണ്. അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു ജോലി. അങ്ങനെ ഞണ്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. തേങ്ങ വറുത്തരയ്ക്കാതെ വേണമെങ്കിൽ അങ്ങനെയും വയ്ക്കുക, വെറും മസാല മാത്രം ഇട്ടിട്ട്. കാരണം ഞണ്ട് കറി വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മീനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഇവിടെ സഞ്ജുവിനും ചക്കരയ്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞണ്ട് കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കറി വേണം. അത് കാരണം ഇന്നൊന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വലിയ ഞണ്ടൊക്കെ ഒന്ന് നടുവൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഞണ്ടിൻ്റെ ഒരു അളവിനനുസരിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. എരിവ് വല്ലാതായിട്ട് കൂടിയ ഞണ്ട് കറി ഭയങ്കരമായിട്ട് നമുക്ക് ആ കാമ്പൊക്കെ കഴിക്കുമ്പം ഭയങ്കരമായിട്ട് എരിവുണ്ടാവും. അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞണ്ട് കറി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഞണ്ട് കറി മുളകിട്ട് വറ്റിച്ചെടുത്താലും ഉള്ളിട്ട് ഫ്രൈ ചെയ്തെടുത്താലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിൽ വാട്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇതിൽ കറിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് പ്രത്യേകിച്ച് അങ്ങനെ വാട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഞണ്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തരച്ച് വെക്കുമ്പം കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഞണ്ട് കറി കപ്പയ്ക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. ഞാൻ ഏതായാലും പുളി വെള്ളത്തിലിടാൻ മറന്നുപോയി ഈ വീഡിയോ എടുക്കുന്ന തിരക്കിൽ. പിന്നെ നമുക്കിതാ കുറച്ച് പുളിവെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ആ കറി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ഈ 2 ആഴ്ച ഗ്യാസ് ഇല്ലാതെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടോ. ഇവിടേക്ക് 45 ദിവസം കഴിയാതെ ഗ്യാസ് ബുക്കിംഗ് പോലും സ്വീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ കൂടി വറുത്തരച്ചെടുക്കാം കേട്ടോ. തേങ്ങയും ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഈ ലൈറ്റർ നമുക്കൊരു തീപ്പെട്ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഗ്യാസ് കത്തിക്കാനും മെഴുകുതിരി കത്തിക്കാനും വിളക്ക് കത്തിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അത് നമ്മൾക്ക് ചാർജിലിട്ട് കണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പറ്റുമെന്നറിയില്ല. നമുക്ക് ലിങ്ക് കിട്ടിയാൽ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം. നമുക്ക് ചാർജ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാരണം തന്നെ നമുക്ക് ഒരുപാട് കാലം ഇതിങ്ങനെ കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ചൂടൊന്ന് തണിഞ്ഞ ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് കറി നന്നായിട്ട് തിളച്ച് വെന്ത് പാകമായിട്ടുണ്ട്. ഞണ്ടിന് പിന്നെ ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആ കറിയുടെ ഒരു എന്താ പറയുക മണവും രുചിയും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. കറി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തീ കുറച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിലുള്ള ഞണ്ട് കറി റെഡി. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ടുള്ളവർ പറയുന്ന പോലെ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്ന് പറയുന്നത് അതുപോലെയാണ് കേട്ടോ ഞണ്ട് കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മുടെ തനി നാടൻ രീതിയിലുള്ള ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങളൊന്ന് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റിൽ പറയാൻ കൂടി മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്നേഹവും തന്നെയാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്രചോദനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഈ ഞണ്ട് കറിയുടെ കൂടെ ഒരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ചിക്കൻ പൊരിച്ചത് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് അടിപൊളി. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ബൈ.